ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ പാരഡൈസ് ഹോട്ടലാക്കി ഇരിക്കുകയാണ് നമ്മുടെ അശ്വിന്റെ വീടല്ലേ. അപ്പൊ നമ്മുടെ അഞ്ജലിയും നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ മനോരമയും നമ്മുടെ മനോരമയുടെ ഭർത്താവും എല്ലാവരും ഭയങ്കര ഒരുക്കങ്ങളിലാട്ടോ. നമ്മുടെ ശ്യാം കൂടി, ശ്യാമിന് പിന്നെ അഭിനയിച്ചല്ലേ പറ്റൂ. അപ്പൊ നമ്മുടെ അശ്വിനും നമ്മുടെ ശ്രുതിക്കും നമ്മുടെ പ്രീതിക്കും ആകാശിനും ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് മുറി നല്ല ഹണിമൂണായിട്ട് ഹണിമൂൺ മൂഡില് ആ ഒരു സെറ്റപ്പിലുണ്ടല്ലോ. വലിയ വലിയ ഹോട്ടലിൽ എങ്ങനെയാണോ ആ ഒരു മുറി ഒരുക്കുന്നത് ഹണിമൂണിന്, അതേപോലെ ഇങ്ങനെ ഒരുക്കിയിരിക്കും കേട്ടോ. ആ ഒരു റോസാപ്പൂവൊക്കെ വെച്ചിട്ട്. അപ്പൊ നമ്മുടെ അശ്വിനും ശ്രുതിയും ഭയങ്കര അവരെന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടെ. അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സന്തോഷമൊന്നും അറിയില്ല, അവരുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്കൊന്ന് അഭിനയിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അശ്വിൻ ആകെ കൺഫ്യൂഷനിലാണ്, ഞാൻ എന്ത് ചെയ്യും, താൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചത്. അതിനുശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിനെ കൊണ്ട് അതും ഇതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അതായത് ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇടിച്ച് കുറച്ച് മോഡേൺ ആക്കുന്നുണ്ട്. അതിനുശേഷം ഇവര് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ശ്രുതി നമ്മുടെ ആകാശം പ്രീതിയും ആണെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു സെയിം ആ ഒരു ഹണിമൂണിന് പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ പിടിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ശ്യാമിനാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല. ശ്യാം ഇത് ഇവരുടെ ഈ ഒരു ഹണിമൂൺ രാത്രി എങ്ങനെയും തകർത്ത് കളയണം, അല്ലെങ്കിൽ തന്റെ ലക്ഷ്യങ്ങളെല്ലാം പൊളിയോല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവിടെ ശ്യാം പലതും പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ. ഇവിടെ ഒരു ഹണിമൂൺ, അപ്പുറത്തെ ശ്യാം ഈ ഒരു ഹണിമൂൺ മുടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ മൊത്തത്തില്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.